എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SCERTയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് 5th പാർട്ട് 2 സോഷ്യൽ സയൻസ് ആണ്. അതിലെ 2 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. അതിലെ 3ാമത്തെ ചാപ്റ്റർ, അതായത് കണ്ടിന്യൂഷൻ ആയിട്ട് വരുമ്പോൾ ഇതിലെ 9th ചാപ്റ്ററാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുത്ത സമയത്ത് ഒരു കാര്യം പറയാനെ കൊണ്ട് മറന്നുപോയായിരുന്നു. അതായത് ആ മൺസൂണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ് കേട്ടോ. നോർത്ത് ഈസ്റ്റിൽ നിന്നല്ല, സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 9th ചാപ്റ്ററിലോട്ട് പോകാം. തുല്യതയിലേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എക്കണോമിക് ഇന്നിക്വാളിറ്റീസ്, സോഷ്യൽ ഇന്നിക്വാളിറ്റീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അത് തടയാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകൾ, കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഈ ചാപ്റ്ററിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് വിശദമായിട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. അതിനുശേഷം സാമ്പത്തിക അസമത്വത്തെക്കുറിച്ചൊരു ബോക്സിൽ കൊടുത്തിരിക്കുകയാണ്. എന്താണ് സാമ്പത്തിക അസമത്വം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. അതായത് ഒരു സൊസൈറ്റിയിലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഒക്കെ എക്കോണമി അല്ലെങ്കിൽ ഇൻകം, റിസോഴ്സസ് തുടങ്ങിയവയൊക്കെ ഈക്വലായിട്ട് അവർക്ക് ലഭിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന സാഹചര്യമാണ് എക്കണോമിക് ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത്. ശരിയാണ്, നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ സൊസൈറ്റിയിൽ എല്ലാവരും ഒരേ എക്കണോമിക് സ്റ്റാറ്റസിലുള്ളവരല്ല, ഒരേ ഇൻകം മേടിക്കുന്നവരല്ല, ഒരേ തൊഴിൽ ചെയ്യുന്നവരല്ല. അപ്പം പല സ്ട്രാറ്റിഫിക്കേഷൻ്റെ പല ശ്രേണിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് എക്കണോമിക് ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് അവർക്ക് കിട്ടുന്ന റിസോഴ്സ് ഈക്വൽ അല്ല, അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകം ഈക്വൽ അല്ലാതെ വരുന്നു. അപ്പോൾ അവരുടെ എക്സ്പെൻഡിച്ചർ അതനുസരിച്ച് മാറി തിരിഞ്ഞുമൊക്കെ ഇരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് എക്കണോമിക് ഇന്നിക്വാളിറ്റി എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. പിന്നീട് നമ്മൾ വീണ്ടും 5th പാർട്ട് 1 കണ്ടിട്ടുള്ള സെയിം സംഭവം അതിൻ്റെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. മിശ്രഭോജനത്തെക്കുറിച്ചാണ്. മിശ്രഭോജനം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചേറായിലാണ് നടത്തിയത്? മിശ്രഭോജനം നടത്തിയിട്ടുണ്ടായിരുന്നു. വിവിധ ജാതിയിലുള്ള ആളുകളെയെല്ലാം ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിഷ്കരണം ആയിരുന്നു അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന ആ ഒരു സമയത്ത് അങ്ങനൊരു കാര്യം അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഭീഷണിയും മർദ്ദനവും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ പത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഹോദരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത്. എന്നാൽ ഈ സഹോദരൻ എന്ന പത്രം എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മട്ടാഞ്ചേരിയാണ് കേട്ടോ. മട്ടാഞ്ചേരിയിൽ നിന്നാണ് നമ്മുടെ സഹോദരൻ എന്ന പത്രം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ പത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ റഷ്യൻ വിപ്ലവത്തിൻ്റെ ലീഡറായിട്ടുണ്ടായിരുന്ന ലെനിൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ലെനിനെക്കുറിച്ച് ആദ്യമായിട്ട് ലേഖനം എഴുതിയ ഒരു മലയാള പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഈ സഹോദരൻ എന്ന പത്രമാണ്. അപ്പോൾ മിശ്രഭോജനം എന്നാണ് നടത്തിയത് 1917 മെയ് 29 എന്ന് ഓർത്തിരിക്കുക. ഈ പറയുന്ന മിശ്രഭോജനം ഉണ്ടല്ലോ, ഇതാണ് പിൽക്കാലത്ത് പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നതും ഈ മിശ്രഭോജനമാണ്. ഇനി മറ്റൊന്നുണ്ട്, അതാണ് സമബന്ധി ഭോജനം എന്ന് പറയുന്നത്. സമബന്ധി ഭോജനം നടത്തിയതെന്ന് പറയുന്നത് നമ്മുടെ അയ്യ വൈകുണ്ഠ സ്വാമികളാണ് സമബന്ധി ഭോജനം നടത്തിയത്. അയ്യ വൈകുണ്ഠ സ്വാമികളുടെ പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു സമത്വ സമാജം എന്ന് പറയുന്നത്. സമത്വ സമാജം രൂപീകരിച്ചത് ഇവിടെ ഉണ്ട്. സമത്വ സമാജം രൂപീകരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1836 ഓർത്തിരിക്കുക. അപ്പോൾ സമബന്ധി ഭോജനം നടത്തിയത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത്. എറണാകുളം ജില്ലയിലെ ചേറായിലാണ് എന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ പത്രം സഹോദരൻ പബ്ലിഷ് ചെയ്യുന്നത് മട്ടാഞ്ചേരിയിൽ നിന്നാണ് എന്ന് ഓർത്തിരിക്കുക. ലെനിനെക്കുറിച്ച് ആദ്യമായിട്ട് ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണം കൂടിയാണ് സഹോദരൻ എന്ന് പറയുന്നത്. ഇനി മേൽമുണ്ട് സമരത്തെക്കുറിച്ച് വീണ്ടും ഇവിടെ കാണാം. നമ്മൾ പാർട്ട് 1 ഓൾറെഡി കണ്ടതാണ്. എന്തായിരുന്നു മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്? തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് പൊതുവെ താഴ്ന്ന ജാതിയിൽപ്പെട്ടതെന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അല്ലെങ്കിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് ഇത്. എപ്പോഴാണ്? 19ാം നൂറ്റാണ്ടിൻ്റെ
ആദ്യം മുതൽ നടത്തി വന്ന സമരമാണിത്. അപ്പോൾ ഇത് നടക്കുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1859 മേൽമുണ്ട് സമരം അല്ലെങ്കിൽ നമ്മുടെ ചാന്നാർ ലഹള നടക്കുന്നത്. അതിന് മുൻപ് തന്നെ 1822 നമ്മൾ മുമ്പേ കണ്ട വൈകുണ്ഠസ്വാമികളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മേൽമുണ്ട് സമരം നടന്നിട്ടുണ്ടായിരുന്നു 1822. ഈ 1822 നടന്ന ഈ മേൽമുണ്ട് സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് 1859 തെക്കൻ കേരളത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ ചാന്നാർ ലഹള നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാന്നാർ അജിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ക്രിസ്തു മതത്തിലോട്ട് പരിവർത്തനം ചെയ്തിട്ടുള്ള ചാന്നാർ സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം കേണൽ മൺറോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകുന്നത് നൽകിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിക്കുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്ന വർഷം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് വിളംബരം പുറപ്പെടുവിക്കുന്നത്. അത് 1859 തന്നെയാണ്. ജൂലൈ 26 വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും താഴ്ന്ന ജാതിയിൽപ്പെട്ടതെന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനെ കൊണ്ടുള്ള അവകാശം കൊടുത്തുകൊണ്ടുള്ള വിളംബരം പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തതിലോട്ട് പോകാം. അടുത്തത് നമ്മുടെ അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയത്തെക്കുറിച്ചാണ്. ഈ ഒരു ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ഒരു കാലത്ത് ഇപ്പം താഴ്ന്ന ജാതിയിൽ പെട്ടതെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുവിതാംകൂറിൽ സർക്കാർ സൗജന്യമായിട്ട് 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ജാതി മത വ്യത്യാസമില്ലാതെ സ്കൂളിൽ പ്രവേശിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാമെന്ന് അനുവാദം കൊടുത്തിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഉന്നത ജാതിക്കാരെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ അധികൃതർ നടത്തുന്ന സ്കൂളുകളിലൊക്കെ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിനെതിരായിട്ട് നമ്മുടെ അയ്യങ്കാളി ഈ പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാനെ കൊണ്ട് ആവശ്യപ്പെട്ടു. ഏത് സ്കൂളാണ്? ഊരൂട്ടമ്പലം സ്കൂളാണ്. അവിടെ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടു. അപ്പോൾ ആദ്യ സമയത്ത് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായി. പക്ഷേ എന്നിട്ട് ഇവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഈ പഞ്ചമിക്ക് പ്രവേശനം കൊടുത്തതിൻ്റെ പേരിൽ ഈ മേൽജാതിക്കാർ അതിനുള്ള പ്രതിഷേധമായിട്ട് സ്കൂളിന് തീയിട്ടു. അങ്ങനെ കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെയും ഒക്കെ അവശേഷിപ്പുകൾ സ്കൂളിൻ്റെ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളെന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നോർത്ത് നോക്കുക, ഒരു വലിയ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ അയ്യങ്കാളി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതും കൂടി ഓർത്തിരിക്കുക. ഓഗസ്റ്റ് 28 നമ്മൾ അയ്യങ്കാളി ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നീട് സോഷ്യൽ ഇന്നിക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ ഇന്നിക്വാളിറ്റി എന്ന് പറയുമ്പോഴും ഇതെന്താണ്, എക്കണോമിക് ഇന്നിക്വാളിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ്. ഇപ്പം നമ്മുടെ സോഷ്യൽ ഇന്നിക്വാളിറ്റിയുടെ മറ്റൊരു ഡയമെൻഷനായിട്ട് നമുക്ക് എക്കണോമിക് ഇന്നിക്വാളിറ്റിയെ കാണാനും പറ്റും. അപ്പോൾ ഈ സോഷ്യൽ ഇന്നിക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് പലർക്കും പല സൗകര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നില്ല. എല്ലാവർക്കും ഒരേ പോലെയുള്ള വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്നത്. ചിലർ വലിയ വലിയ സ്കൂളുകളിൽ ആളുകളെ ചേർക്കുമ്പോൾ ചിലരുടെ മക്കൾക്ക് അങ്ങനെയുള്ള സ്കൂളുകളിൽ കൊണ്ടുപോയി വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മികച്ച ചികിത്സകൾ എല്ലാവർക്കും ഒരുപോലെ നേടിയെടുക്കാൻ കഴിയുന്നില്ല. വസ്ത്രത്തിൻ്റെ കാര്യം, അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം, ഇതിലെല്ലാം തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഇക്വാലിറ്റി ഇല്ലായ്കയാണ്, സൊസൈറ്റിയിലെ ഇക്വാലിറ്റി ഇല്ലായ്കയാണ് സോഷ്യൽ ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ കാസ്റ്റിൻ്റെ പേരിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം തന്നെ സോഷ്യൽ ഇന്നിക്വാളിറ്റിയാണ്. ഇനി നമ്മൾ ഇവിടെ തന്നെ ഓരോന്നിനെയും ഇങ്ങനെ കോളം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കിപ്പോകാം. അതിൽ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് സാമ്പത്തിക അസമത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വരുമാനത്തിൻ്റെ വ്യത്യാസം. പിന്നെ കുറേ ആളുകൾ അൺഎംപ്ലോയിഡ് ആയിരിക്കും, അത് സാമ്പത്തിക അസമത്വത്തിന് കാരണമാകും. പിന്നെ റിസോഴ്സ് എല്ലാവർക്കും ഈക്വലായിട്ടല്ല ലഭിക്കുന്നതെന്നുള്ളത്.
പിന്നെ ശമ്പളത്തിലെ വ്യത്യാസം, പലർക്കും പല ജോലിക്കും പല ശമ്പളമാണ് കിട്ടുന്നതെന്നുള്ളത്. ഇനിയും ഒരേ ജോലിക്ക് പോലും എന്താണ് തുല്യ ജോലിക്ക് തുല്യ വേതനം കിട്ടാത്ത സിറ്റുവേഷൻസ് പോലും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റുകളും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുമുണ്ട്. പിന്നീട് വിദ്യാഭ്യാസത്തിൻ്റെ അസമത്വം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പം പലപ്പോഴും ഇപ്പം കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ST കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറേ ഡ്രോപ്പ് ഔട്ട് ആകുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. അവർക്ക് സ്കൂളിൽ പ്രോപ്പറായിട്ട് വന്നാൽ പോലും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങൾ. അപ്പം അത്തരത്തിലുള്ള ഇന്നിക്വാളിറ്റീസിനെ കുറിച്ചാണ് വിദ്യാഭ്യാസത്തിലെ അസമത്വത്തെക്കുറിച്ച് പറയുന്നത്. ഇനി സോഷ്യൽ സ്ട്രക്ചറിനുള്ളിൽ സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ജാതി, മതം, വംശം, ലിംഗ പദവി, ഭിന്നശേഷി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം പറയുന്നുണ്ട്. സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം പ്രശ്നങ്ങൾ. പിന്നീട് മതത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷം അവർ ഫേസ് ചെയ്യേണ്ട കുറച്ചധികം പ്രശ്നങ്ങൾ വരുന്നു. കാസ്റ്റിൻ്റെ പേരിൽ കുറേ ഡിസ്ക്രിമിനേഷൻസ് നടക്കുന്നു. അങ്ങനെ പിന്നെ അടുത്തത് ജിയോഗ്രഫിക്കലി ഉണ്ടാകുന്ന ഇന്നീക്വാളിറ്റീസ് ഉണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ഈ റീജിയണൽ ഡിസ്പാരിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമുക്കവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പം ഓരോ റീജിയൻസ് വെച്ച് നോക്കുമ്പോൾ ചില റീജിയൻസ് വളരെ ഡെവലപ്ഡ് ആയിരിക്കും, അവിടെ കൂടുതൽ ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കും, അവിടെ കൂടുതൽ റിസോഴ്സസ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ കൂടുതൽ റിച്ചായിട്ട് മാറും കമ്പാരിറ്റീവ്ലി അത്തരം റിസോഴ്സസ് കിട്ടാത്ത പ്രദേശത്തെക്കുറിച്ച്. ഇപ്പം ഡ്രോട്ട് ഫേസ് ചെയ്യുന്ന ഒരു റീജിയണിൽ അഗ്രികൾച്ചറിനൊക്കെ നാശനഷ്ടങ്ങൾ വരും, അല്ലെങ്കിൽ അഗ്രികൾച്ചർ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അപ്പോൾ ആ റിസോഴ്സ് അവിടെ ഒരു ഇന്നിക്വാളിറ്റി, ആ ഒരു റീജിയണിൽ ഒരു ഇന്നിക്വാളിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും അതുപോലെ തന്നെ റൂറൽ അർബൻ ഡിഫറൻസസ് അതിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പം നഗരമേഖലയിലാണ് കൂടുതൽ ഫെസിലിറ്റീസ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, ഇപ്പോൾ കോളനിവൽക്കരണം, ബ്രിട്ടീഷുകാർ വന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ ഏരിയ അവർ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ഇപ്പോഴും കാണാം. പിന്നീട് ഈ ഒരു കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിപ്പോയ കുറേ ഇന്നിക്വാളിറ്റീസ്, നമ്മുടെ റിസോഴ്സൊക്കെ പോയത്, ഡ്രെയിൻ ഓഫ് വെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്ലേവറി, അടിച്ചമർത്തലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇന്നിക്വാളിറ്റീസിന് കാരണമാണ്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. ഇത് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അത് അടുത്താണ് പറയാമേ. ഇവിടെ സബ്സിഡിയെക്കുറിച്ച് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സബ്സിഡി എന്ന് പറയുന്നത് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. ആ ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി എന്ന് പറയുന്നത്. അത് നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. ഓർത്തിരുന്നോണെ, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് നേരിട്ടുള്ള സബ്സിഡിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പണമായിട്ട് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നേരിട്ടുള്ള സബ്സിഡിയാണ്, ഡയറക്റ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾ കുറഞ്ഞ പലിശയിൽ ഈടാക്കുക എന്നിവ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സബ്സിഡിയിലാണ് പെടുന്നത്. ഒന്നുകൂടി അതൊന്ന് വായിക്കാം. സബ്സിഡി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ ഗവൺമെൻറ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ക്രൈറ്റീരിയയുടെ ബേസിൽ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ നൽകുന്നതാണ് സബ്സിഡി എന്ന് പറയുന്നത്. അത് ഇൻഡയറക്റ്റുമുണ്ട് ഡയറക്റ്റുമുണ്ട്. ഡയറക്റ്റിന് എക്സാമ്പിളാണ് പണമായിട്ട് നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റിന് എക്സാമ്പിളാണ് നികുതി നിരക്ക് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക. അതൊക്കെ ഇൻഡയറക്റ്റ് സബ്സിഡിക്ക് എക്സാമ്പിളാണ്. നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുമ്പോൾ നെഗറ്റീവ് ടാക്സേഷൻ പഠിക്കുന്ന ആ ഒരു ടൈപ്സ് ഓഫ് ടാക്സ് പഠിക്കുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ നെഗറ്റീവ് ടാക്സിനെ കുറിച്ച് പറയും. അപ്പം നെഗറ്റീവ് ടാക്സിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് സബ്സിഡിയാണ്. നെഗറ്റീവ് ടാക്സ് എന്ന് പറയുമ്പം സത്യത്തിൽ നെഗറ്റീവ് ടാക്സ് എന്ന് പറയുന്നത് ഇതൊരു ടാക്സ് അല്ല, പക്ഷേ അതിൻ്റെ ഫങ്ഷനിങ് വെച്ചിട്ടാണ് അതിന് ടാക്സ് എന്നുള്ള ഒരു ലേബിൾ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിലിൻ്റെ കീഴിൽ കൊണ്ടുവന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങാനും നെഗറ്റീവ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല. നെഗറ്റീവ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത്തരം സബ്സിഡികളാണ്. അതായത് നോർമലി എന്താണ് ടാക്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആളുകളുടെ ഇൻകത്തിനനുസരിച്ച് സ്ലാബ് തിരിച്ച് ഓരോ സ്ലാബിലുള്ളവരാണ് ഇൻകം ടാക്സ് ഗവൺമെൻറ്റിന് പേ ചെയ്യുകയാണ്. ഇൻകം ടാക്സ് മാത്രമല്ല പല ടാക്സുകൾ. ഇവിടെ ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രഷോൾഡ് വെക്കും, അവരൊരു ലിമിറ്റ് വെക്കും. ഈ ലിമിറ്റിനകത്ത് ഇത്ര വരുമാനത്തിൽ താഴെയുള്ള ആളുകൾക്ക് ഗവൺമെൻറ് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും, അങ്ങോട്ട് സബ്സിഡിയോ അല്ലെങ്കിൽ അവർ സഹായമോ കൊടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നെഗറ്റീവ് സബ്സിഡി എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിന് അത് എക്സ്പെൻഡിച്ചർ ആണല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് അത് നെഗറ്റീവ് സബ്സിഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മഹാത്മാഗാന്ധി സാധനമല്ല, സ്കീമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ MG നരേഗ. MG നരേഗയുമായിട്ട് ബന്ധപ്പെട്ട് MG നരേഗ എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, PYQസിൽ ഒരുപാട് വരുന്നതുമാണ്. അപ്പോൾ എന്താണ് ബേസിക്കായിട്ട് നമുക്കറിയാം MG നരേഗ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ദിവസത്തിൽ കുറയാതെ എന്താണ് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് MG നരേഗയുടെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിന് ഗുണഭോക്താക്കളായിട്ട് വരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം, 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. സെൻറ്ററും സ്റ്റേറ്റും ആവിഷ്കരിച്ച നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ MG നരേഗ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ്, അതാണ് അതിൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത് 2005 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കൊണ്ടുവരുന്നത് നമ്മുടെ 10th 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ്. 10th 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണെങ്കിലും നടപ്പിലാക്കുന്നത് നമ്മുടെ 11th 5 ഇയർ പ്ലാനിലാണ്. അപ്പോൾ കൊണ്ടുവരുന്നത് 10th 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ്, കൂടുതലായിട്ട് അത് നടപ്പിലാക്കുന്നത് 11th 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ്. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള വ്യക്തികളുടെ ഒരു 5 കിലോമീറ്റർ പരിധിയിൽ വരുന്ന മേഖലകളിലായിരിക്കും അവർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ആ ഒരു പരിധിയും കൂടെ ഓർത്തിരിക്കുക, 5 കിലോമീറ്റർ ആണ്. പിന്നീട് ഒരു നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, NMMS എന്ന് പറഞ്ഞിട്ട്. അത് കൊണ്ടുവന്നത് 2023 കൊണ്ടുവന്നതാണ്, നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡിമാൻഡ് ചെയ്യുന്നത് ഇവർ 2 തവണ അറ്റൻഡൻസ് കൊടുക്കണം. അത് ഒരു ദിവസത്തിൽ 2 തവണ അറ്റൻഡൻസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. MG നരേഗയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിലോട്ട് അവർ ടെക്നോളജീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാമിലോട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഈ 100 ഡേയ്സിൻ്റെ ചില എക്സംഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഫോറസ്റ്റ് ലിവിങ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ആ ഒരു ഏരിയയിൽ 150 ഡേയ്സ് ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ചില എക്സംഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ MGNREGയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ MG നരേഗയെ കുറിച്ച് പറയുമ്പോൾ കുറേ ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യം ഓർത്തിരിക്കുക. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. 2005 ഇത് ഈ ഒരു ആക്ട് വരുന്നത്, MGNREG ആക്ട് വരുന്നത്. 5 ഇയർ പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ 10th 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ് വരുന്നത്. 11th ഇത് കൂടുതലായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആപ്പാണ് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ആളുടെ 5 കിലോമീറ്റർ ആ ഒരു പരിധിയിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഇതേപടി ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് കുറച്ചധികം സ്കീമുകൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നതാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓർത്തോണേ ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനി ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ലൈഫ് മിഷനകത്ത് ഭവനരഹിതർക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന പദ്ധതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനല്ല. ഭൂരഹിതർക്കുമുണ്ട്, ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതരും വരുന്നുണ്ട്, ഭവനം പൂർത്തിയാക്കാത്തവർക്കുണ്ട്, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും ലൈഫ് മിഷൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ലൈഫ് മിഷൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ആർക്കൊക്കെയാണ് ലൈഫ് മിഷൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങാനും ഉണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെടും. അപ്പോൾ സെൻറ്ററും സ്റ്റേറ്റ് സർക്കാരും കൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്
കേരള സർക്കാരും കൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അടുത്ത പ്രോഗ്രാമാണ് തീരമൈത്രി എന്ന് പറയുന്നത്. തീരമൈത്രി എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ സൊസൈറ്റിയുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് തീരമൈത്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് സ്മോൾ സ്കെയിൽ തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതികൾ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി അവരെ സൊസൈറ്റിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അപ്പോൾ കേരളത്തിൽ ഉടനീളം മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. ഇനിയും എങ്ങാനും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് കേരളത്തിലെ 2-3 ജില്ലകൾ തന്നിട്ട് അവിടെയുള്ള സ്ത്രീകളുടെ ഉന്നമനം, അല്ലെങ്കിൽ സാമ്പത്തിക ഉന്നമനം, അല്ലെങ്കിൽ അവരെ സംരംഭകരാക്കുകയാണ് ലക്ഷ്യമെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടാൽ അത് തെറ്റാണ്. പകരം കേരളത്തിലുടനീളമുള്ള മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ വനിതകളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനം ഇത് ലക്ഷ്യമാക്കുന്നുണ്ട്. അവരെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്തതാണ് കൈവല്യ പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ, അവരെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്, എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്തതാണ്, തെറ്റിപ്പോകരുത്, വിദ്യാവാഹിനിയാണ്. വിദ്യാവാഹിനി. ഈ വിദ്യാവാഹിനി എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെഡ്യൂൾഡ് ട്രൈബ് അവിടെ നിന്ന് പഠിക്കാൻ വരുമ്പോൾ കുറേ ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്ന കുട്ടികൾ പകുതിക്ക് പഠിത്തം നിർത്തി പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പം ഇത്തരമുള്ള കാര്യത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഈ വിദ്യാവാഹിനി എന്ന് പറയുന്നത്. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുന്ന പദ്ധതിയാണിത്. ഗോത്രവാഹിനി എന്നൊക്കെ ഓപ്ഷനിൽ കാണും. ചിലപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലൊന്നും കുത്തരുത്. നമ്മൾ വിദ്യാവാഹിനിയാണ് ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പം ഈ ഒരു കാരണത്താൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാതിരിക്കുക എന്നുള്ള ഒരു കാര്യം നടക്കുന്നില്ല. അപ്പോൾ വാഹനം ഏർപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്ക് അതുമൂലമുള്ള, അല്ലെങ്കിൽ ഗതാഗത അസൗകര്യങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോഗ്രാമാണ് വിദ്യാവാഹിനി എന്ന് പറയുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കൊഴിഞ്ഞു പോക്ക് തടയുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഒരു പദ്ധതി വെക്കുന്നത്. ഇനിയും പദ്ധതികൾ തീർന്നിട്ടില്ല. ജന്മരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഇതും ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ശ്രദ്ധിക്കണേ, ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കുമാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ എല്ലാവർക്കുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കുമാണ് പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജന്മരക്ഷ എന്ന് പറയുന്നത്. ഇനിയുമുള്ളൊരു പദ്ധതിയാണ് പ്രതിഭാതീരം എന്ന് പറയുന്നത്. അത് തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. മുൻപേ നമ്മൾ കണ്ടത് തീരമൈത്രിയാണ്. അത് എന്താണ്? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ സ്ത്രീകളെ സംരംഭകരായി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിലുടനീളം നടപ്പിലാക്കിയ പദ്ധതിയാണ്. കേരളത്തിലുടനീളമുള്ള മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ വനിതകളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണത്. പ്രതിഭാതീരം എന്താണ്? വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നടപ്പിലാക്കിയത്. അടുത്തൊരു നല്ല പ്രോഗ്രാമാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്. ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഗോത്രബന്ധുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കുട്ടികൾ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി പോകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി
നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. അപ്പോൾ അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് അവരുടേതായ രീതിയിൽ അവരെ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞ് കൺവേ ചെയ്യാനുമൊക്കെ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ കുട്ടികൾ പഠിപ്പ് നിർത്തി പോകുന്നത് അവിടെ അതിലൊക്കെ കുറവ് വരും. അപ്പോൾ അതിന് ഗോത്രബന്ധു സ്കീം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റ്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രോഗ്രാം, അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്, സവിശേഷതകൾ എന്താണെന്നുള്ള. ലൈഫ് മിഷൻ്റെ നമ്മൾ പറഞ്ഞു ഭവനരഹിതരുണ്ട്, ഭൂരഹിത ഭവനരഹിതരുണ്ട്, അതുപോലെ തന്നെ നിലവിലുള്ള പാർപ്പിടം പണി തീരാത്ത വീടുകൾ, അതുപോലെ തന്നെ പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർ. പിന്നെ വിദ്യാവാഹിനി എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോത്ര മേഖലയിലുള്ള കുട്ടികൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്ന പദ്ധതി. തീരമൈത്രി എന്ന് പറയുന്നത് വനിതാ മത്സ്യത്തൊഴിലാളികളെ, കൈവല്യ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. ഓക്കെ, ഇനി ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പോസ്റ്റിൽ ക്വിസ് ഇടുന്നുണ്ട്. SCERT ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ കവർ ചെയ്ത് പോകുന്ന ചാപ്റ്ററുകളുടെ ഒക്കെ ക്വിസ് അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം പോലെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിവിഷൻ പോലെയാകും. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉള്ളത് ഏതാണ്, നമുക്ക് ക്ലിയർ ആകാത്തത് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം.